കാലടി സർവകലാശാലയിൽ ഗവർണർ രായാവ് വരുന്നത് കൊണ്ട് പുറത്തിറക്കിയ സർക്കുലർ ഒന്ന് കാണേണ്ടതാണ്. ഗവർണർ രായാവ് എഴുന്നള്ളുന്ന സമയത്ത് ആ ഹാളിലുള്ളവർ എല്ലാം എണീറ്റ് നിൽക്കണം, വണങ്ങണം, തൊഴണം, കൈയടിക്കണം. ഈ കൽപ്പന ഇവിടെ നടപ്പാക്കിയിരിക്കണം. സംഘികളുടെ രായാവാണ് അദ്ദേഹം. പ്രവേശിച്ചു വരുന്നത് രാജകൊട്ടാരത്തിലൂടെയാണ്. ആ സന്ദർഭത്തിൽ അവിടെ ഇരിക്കുന്ന മനുഷ്യരല്ല, പ്രജകളാണ്. പ്രജകൾ എന്ന് പറഞ്ഞാൽ ഒരവകാശമില്ലാത്ത അടിമകൾ. ആ പ്രജകളെല്ലാം എന്ത് ചെയ്തോളണം? എണീറ്റ് നിന്ന് വന്ദിച്ചോളണം. ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരും. ഏത് കാലഘട്ടത്തിൽ? 2026 കാലഘട്ടത്തിൽ. കാലടി സർവകലാശാലയിലെ ഈ അധ്യാപക വേഷത്തിനകത്തൊക്കെ ഇരിക്കുന്ന സംഘി മനസ്സുകൾ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവ് കണ്ടപ്പോൾ എന്ത് തോന്നുന്നു? ഇതാണ് ഈ നാട്ടിൽ ഒളിച്ചു കടത്തപ്പെടുന്ന സംഘിസം അഥവാ രാജവാഴ്ചക്കാലത്തിന്റെ തിരിച്ചുവരക്കം. വിദഗ്ധമായിട്ടാണ് ഒരു സർക്കുലർ പുറത്തിറക്കിയത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ചാനലുകൾക്ക് ഇത് വലിയ വാർത്തയായില്ല. അവർക്കിത് വിവാദമായിരുന്നില്ല. അവർക്കിത് ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നില്ല. നേരെ മറിച്ച് ഇതേ സർക്കുലർ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്ന വേദിയിലേക്കാണ് പുറത്തിറക്കിയിരുന്നെങ്കിൽ ജനാധിപത്യ ബോധം അങ്ങ് ഉണരുന്നത് നമുക്ക് കാണാമായിരുന്നു. ഇവിടെ ഇപ്പോൾ മാധ്യമങ്ങളുടെ ജനാധിപത്യ ബോധം ഉണർന്നില്ല. മാധ്യമങ്ങളുടെ ജനാധിപത്യ ബോധം ഉണർന്നില്ലെങ്കിലും നാട്ടുകാരുടെ ജനാധിപത്യ ബോധം ഉണരും. അതിന്റെ ഭാഗമായിട്ടാണ് സർവകലാശാലയുടെ ഈ സർക്കുലറിനെതിരെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാല അർപ്പിച്ചു തുടങ്ങിയത്. അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടപ്പോൾ പതിയെ ആ സർക്കുലർ അങ്ങ് പിൻവലിച്ചിട്ടുണ്ട്. ഗവർണർ രായാവ് വരുമ്പോൾ നിർബന്ധിതപൂർവം ചെയ്യണമെന്നുള്ള സർക്കുലർ പതുക്കെ പിൻവലിച്ചിട്ട് ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ആയിക്കോളും. ബഹുമാനങ്ങൾ ഒരു മനുഷ്യനും നിർബന്ധിച്ച് കൊടുക്കേണ്ടതല്ല. അത് ഒരു വ്യക്തിക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കേണ്ട കാര്യം മാത്രമാണ്. അതിനി ആരും ആയിക്കോട്ടെ. നിർബന്ധപൂർവം രാജാവാണ്, വന്ദിച്ചോളണം, അദ്ദേഹത്തെ തൊഴുതോളണം എന്നൊക്കെ പറഞ്ഞാൽ പോയി പണി നോക്കടാ എന്ന് ആ സർക്കുലർ പുറത്തിറക്കുന്നവരോട് ഈ നാടിന്ന് തിരിച്ചു പറയും. ഇവിടെ പ്രജകൾ എന്ന അടിമകളെ ഇനി ഈ നാടിന് വേണ്ട. ഈ നാട്ടിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള മനുഷ്യർ, ഈ നാട്ടിൽ അവകാശങ്ങളുള്ള മനുഷ്യർ മതി. പ്രജകൾ വേണ്ട. പ്രജകൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉടുക്കാൻ തുണിയില്ല, കിടക്കാൻ ഇടമില്ല, വഴി നടക്കാൻ പോലും പറ്റില്ല. ജാതിയുടെ പേരിൽ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയിരുന്നു. ആ പ്രജ കാലഘട്ടത്തെ പോരാടി തോൽപ്പിച്ചാണ് ഇന്ന് ഈ ജനാധിപത്യ കാലത്ത് നിൽക്കുന്നത്. അവിടെ പതിയെ പതിയെ ഇമാതിരി ഒളിച്ചു കടത്തൽ നടത്താൻ ഏതെങ്കിലുമൊക്കെ തലപ്പത്തിരിക്കുന്ന സംഘി ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിയാൽ സമൂഹം കൃത്യമായി അത് ചോദ്യം ചെയ്തിരിക്കും. ആ ഉത്തരവുമായി വരുന്നവനെ ഏറിൽ കയറ്റിയിരിക്കും. അങ്ങനെ ഏറിൽ കയറിയതിന്റെ പശ്ചാത്തലത്തിലാണ് ആ സർക്കുലർ പതിയെ ചവിട്ടിത്താഴ്ത്തപ്പെട്ടതും. അതുകൊണ്ട് ഇനി വരും കാലഘട്ടത്തിൽ ഇവിടെ രാജഭരണം വരും എന്ന് സ്വപ്നം കണ്ട് കഴിയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, അതൊക്കെ ഒരിക്കലും നടക്കാത്തൊരു സ്വപ്നം മാത്രമാണെന്ന് കരുതിക്കോളൂ.